ബംഗ്ലാദേശ് ജയിലിൽ കഴിയുന്ന ഇസ്കോൺ സന്യാസി ചിന്മയ് കൃഷ്ണദാസിന്റെ മോചനം ഉറപ്പാക്കണമെന്ന് US ഇന്റലിജൻസ് മേധാവി തുളസി ഗർബാർഡിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഹിന്ദു സംഘടനകൾ ഈ കഴിഞ്ഞ ദിവസം രംഗത്ത് വരികയുണ്ടായി. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരായ അക്രമങ്ങളിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് US സെക്കുലർ ബംഗ്ലാദേശ് മൂവ്മെന്റ് ആണ് തുളസി ഗബ്ബാർഡിന് കത്തയച്ചിരിക്കുന്നത്. കത്തിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നത്. ചിന്മയ് ദാസിന്റെ മോചനം, ബംഗ്ലാദേശി ഹിന്ദുക്കൾക്കെതിരായ അതിക്രമങ്ങളെ അപലപിക്കുക, വിഷയത്തിൽ അന്താരാഷ്ട്ര ഇടപെടൽ വേണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയങ്ങളാണ് കത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇസ്കോൺ സന്യാസിയായ ചിന്മയ് കൃഷ്ണദാസിനെ അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന വിഷയത്തിൽ ഇടപെടണമെന്നും ചിന്മയ് കൃഷ്ണദാസിനെ മോചിപ്പിക്കണമെന്നും ബംഗ്ലാദേശ് സർക്കാരിനോട് ആവശ്യപ്പെടണം. ഹിന്ദുക്കൾക്കെതിരായ പീഡനം തടയാൻ യൂനിയൻ സർക്കാരിന്റെ സമ്മർദ്ദം ചെലുത്താനും താങ്കളോട് അഭ്യർത്ഥിക്കുന്നു. ഐക്യരാഷ്ട്ര ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമൂഹം സ്ഥിതിഗതികൾ മനസ്സിലാക്കി ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് പിന്തുണ നൽകണം കത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. നിർണായകമായ ഈ വിഷയത്തിൽ ലോക ശ്രദ്ധ ആകർഷിക്കാൻ താങ്കളുടെ ഇടപെടലിന് സാധിക്കും. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് നീതിയും സംരക്ഷണവും ആവശ്യപ്പെട്ടുകൊണ്ട് വളരെ വേഗത്തിൽ ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും അഭ്യർത്ഥിക്കുന്നു. സർക്കുലർ ബംഗ്ലാദേശ് സംഘടനയുടെ പ്രസിഡന്റ് പുഷ്പിത ഗുപ്തയും തുളസി ഗബ്ബാർഡിന് കത്തയച്ചിരുന്നു. ഇക്കഴിഞ്ഞ നവംബർ 25-നാണ് ചിന്മയ് കൃഷ്ണദാസ് ബംഗ്ലാദേശിൽ അറസ്റ്റിലാവുന്നത്. രാജ്യദ്രോഹ കുറ്റം ചുമത്തി അന്നു മുതൽ അദ്ദേഹം ജയിലിൽ കഴിയുകയുമാണ്. യൂനിസ് ഭരണകാലത്തെ ന്യൂനപക്ഷ പീഡനത്തിനെതിരെ പ്രതിഷേധങ്ങളുമായി കേന്ദ്ര ബിന്ദുവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ കേസ് കോടതിയിൽ വാദം കേൾക്കാൻ പോലും അനുവാദമുണ്ടായിരുന്നില്ല. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന പീഡനത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിതെന്നും ഹിന്ദു സംഘടനകൾ അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. US പാർലമെന്റിൽ ജനപ്രതിനിധി അംഗമായി തെരഞ്ഞെടുത്തപ്പോൾ ഭഗവത്ഗീതയിൽ തൊട്ടാണ് തുളസി ഗബ്ബാർഡ് സത്യപ്രതിജ്ഞ ചെയ്തത് ചുമതലയേറ്റത്. 2016-ൽ വാഷിംഗ്ടണിൽ നടന്ന ഇസ്കോണിന്റെ 50-ാം വാർഷിക ഗാലാ പരിപാടിയിൽ തുളസി മുഖ്യ പ്രഭാഷകയുമായിരുന്നു. 1965-ൽ ഇസ്കോൺ സ്ഥാപിച്ചതിന്റെയും അമേരിക്കൻ ശ്രീല പ്രതുപത എന്നതിന്റെയും ഓർമ്മയ്ക്കായിട്ടായിരുന്നു അന്ന് പരിപാടി നടത്തിയത്.